നമുക്കുള്ളിലൊരു നോവായിട്ട് മാറുകയാണ് ബിന്ദു ചേച്ചി അല്ലേ. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കൊണ്ടു നിർത്തുക, അതൊരു രാത്രി മുഴുവൻ. വെള്ളം ചോദിക്കുമ്പോൾ അവന്മാരെല്ലാം ഉപയോഗിക്കുന്ന ബാത്റൂമിൽ കയറിക്കൊണ്ട് വെള്ളം കുടിക്കാൻ പറയുക. ഇതൊക്കെ എന്താ നമ്മളിതിന് പറയാം? പൂർണ്ണ പിന്തുണ ബിന്ദു ചേച്ചിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞങ്ങളപ്പം ഒരുപാട് ആളുകളുണ്ട്, അവരെല്ലാവരും തയ്യാറാണ്. ആ തെറ്റ് ചെയ്തവനെ ഇനി സർവീസിൽ വയ്ക്കരുത്. അതിന് നിങ്ങൾ ഏതറ്റവും പോക്കോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം. തമാശ പറയണല്ല, കാരണം ഇത് ഇനി അനുവദിക്കാൻ പാടില്ല. ഒരു മനുഷ്യനായി ജനിക്കുന്ന ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ചേച്ചിയെ കാണുമ്പോൾ അവനറിയാം ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന്. അതുകൊണ്ടാണ് ആ ധാർഷ്ട്യമാണ് അവൻ കാണിക്കുന്നത്. അവൻ്റെ വിഷയം ജാതിയൊന്നുമല്ല. അവന് കനത്തിലെന്തോ അപ്പുറന്ന് കിട്ടുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല. പണമാണോ വേറെന്താണോ ഒന്നും അറിയില്ല. ലാസ്റ്റ് അവന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഇനി നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്ന്. ഇവൻ്റെയൊക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ കേരളം? ഏതെങ്കിലും പോലീസുകാരൻ സ്ത്രീധനം കിട്ടിയതാണോ? ഇവിടെ കാണാൻ പാടില്ല എന്നൊക്കെ പറയാൻ അവനൊന്നും ഒരു നിമിഷം വെച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഇവിടുത്തെ എന്താ പറയുക, പട്ടികജാതി വർഗത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് എപ്പോഴും പറയുന്ന ഒരു പിണറായി വിജയൻ. ആ മനുഷ്യനവിടെ ഈ ഒരു സ്ത്രീക്കുണ്ടായ അനുഭവം, ഒരു പണക്കാരിയായിട്ടുള്ളൊരു ചേച്ചിയുടെ സ്വർണം പോയതിന് ഒരു പാവം പിടിച്ച പെണ്ണിനെ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് ക്രൂരമായി അതിനെ മാനസികമായി അതിനെ പീഡിപ്പിച്ച ഈ പോലീസുകാരനോ അല്ലെങ്കിൽ ആ സ്റ്റേഷനിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ അവിടുന്ന് ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഡ് അല്ല അവർക്ക് ആവശ്യം, ഡിസ്മിസ്സാണ്. അവർ ജോലി ചെയ്യാൻ അർഹരല്ല. മനസ്സിലായില്ലേ? ആ ചേച്ചിയുടെ മാലയൊന്നും പോയിട്ടില്ല, ആ വീട്ടിൽ തന്നെ കിട്ടിയെന്നാണ് പറയണത്. ഇവരെന്നെ ഈ ബിന്ദു ചേച്ചിനെ പറയുന്നുണ്ട്, അത് ആ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു എന്നുള്ളത്. ആ വീട്ടിൽ തന്നെ ആ മാല ഉണ്ടായിരുന്നു അത്ര. കേസ് എടുക്കേണ്ടത് ആർക്കെതിരെയാണ്? ആ എന്താ പറയുക, കള്ളക്കേസ് കൊടുത്ത ചേച്ചിയും മോളെയും ആദ്യം അറസ്റ്റ് ചെയ്യണം. അവർ നിയമ നടപടി നേരിടട്ടെ. എന്നിട്ട് അവിടെ വന്ന് വലിയ ഔദാര്യം പോലെ അവർക്ക് പരാതിയൊന്നുമില്ല, നീ ബിന്ദു പൊക്കോ, പരാതിയൊന്നുമില്ല കേട്ടോ, അവർക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് നിനക്കെതിരെ ഞാൻ കേസ് എടുക്കുന്നില്ല എന്നൊക്കെ വെല്ലുമ്പേൽ പറഞ്ഞ ഈ പോലീസ് ഓഫീസറോടാ പറയണേ. കേസ് എടുക്കണം, നിനക്കെതിരെ എടുക്കണം. ഈ പറഞ്ഞ പരാതി, കള്ളപ്പരാതി തന്ന ആൾക്കെതിരെ എടുക്കണം. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നൊന്നും പറഞ്ഞു വരരുത്. കാരണം ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല. കാരണം അതിൻ്റെ പുറകിൽ നിങ്ങൾ ചെയ്ത വലിയൊരു ക്രൂരത ഉണ്ട്. ഒരു പാവം പിടിച്ച അമ്മയെ, ബിന്ദു ചേച്ചിയെ നിങ്ങൾ വളരെ മാന്യതയില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. ബാത്റൂം പോയി വെള്ളം കുടിക്കാനൊക്കെ നിൻ്റെ തന്തയോടും തള്ളയോടും പറയണടാ, അല്ലാതെ ആരാൻ്റെ മക്കളോടല്ല പറയേണ്ടത്. നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും പറ, നിൻ്റെ മക്കളോട് പറയാം വെള്ളം ചോദിക്കും ബാത്റൂം പോയി കുടിക്കുന്നു. എന്താ അത് ചോദിക്കാനും പറയാൻ ആളില്ലാത്ത നാടാന്ന് വിചാരിച്ചോ? ഇന്നലെ വല്യമ്പയിൽ പട്ടികജാതി വർഗത്തിൻ്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നല്ലോ പിണറായി വിജയൻ പാലക്കാടൊക്കെ. എന്ത് ആത്മാർത്ഥതയാണ് മിസ്റ്റർ നിങ്ങൾക്ക് ഈ പാവങ്ങളോടുള്ളത്? ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ കോള് നിങ്ങൾ വിളിച്ചിട്ട് അവനെ സസ്പെൻഡ് ചെയ്തേനെ, പിന്നെ ഡിസ്മിസ് ചെയ്തേനെ നിങ്ങൾ. കാരണം ഇതൊന്നും ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. പല പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ മാന്യമല്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് സ്റ്റേഷൻ കയറി ചെല്ലാൻ ഒരു ഭയവും ഉണ്ടാവരുത്. നീതിയാണ് വേണ്ടത്, നീതി കേടല്ല വേണ്ടത്. ഒരാൾ പരാതി പറയണം, ഇന്ന ആൾ മോഷ്ടിച്ചു, എൻ്റെ മുതൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേനും അവനെ കൊണ്ടുപോയി മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാനും അതിനോട് ചോദ്യം പോലും ചോദിക്കാതെ അതാണ് കുറ്റവാളി എന്ന് ഉറപ്പിക്കാനും നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാഠപുസ്തകം നിന്നാണ് അങ്ങനെ ഒരു ദിവ്യദൃഷ്ടിയോടുകൂടി കാണാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്? അവസാനം വലിയൊരു ഒരു കാര്യങ്ങൾ ചെയ്തു. ബിന്ദുവിന് കേസൊന്നുമില്ല കേട്ടോ. ബിന്ദു അവർ പരാതിയൊന്നും തന്നിട്ടില്ല, അവർക്ക് പരാതി ഇല്ല എന്നാണ് പറയുക. എന്തുകൊണ്ട് പരാതിയില്ല? അവരെ മുതൽ വീട്ടിൽ നിന്ന് കിട്ടി. സോ അതുവരെ ആ സ്ത്രീ അനുഭവിച്ച വേദനയ്ക്ക് ആര് സമാധാനം പറയും? അനുഭവിച്ച മാനസിക സമ്മർദ്ദം, അവരനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ പെട്ടുപോകുമല്ലോ, എനിക്ക് ആരുമില്ലായിട്ടല്ല എന്നതുപോലെ പെരുമാറുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന, എന്നൊക്കെ ആ സ്ത്രീയുടെ മനസ്സിലൂടെ ഓടി നടന്നിട്ടുള്ള ആ ഒരു വെപ്രാളം, ഇതിനൊക്കെ ആര് സമാധാനം പറയും? കേസില്ല, അവർക്ക് പരാതിയില്ല എന്ന് പറയുമ്പോഴത്തേനും അങ്ങോട്ട് തേനൊലിച്ചിട്ട് ആ ചേച്ചി അവിടുന്ന്, ഓ ശരി സാറേ, ചേച്ചിക്ക് പരാതിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന കരുതിയാ? ഒരിക്കലും പോവില്ല.
ആ ചേച്ചി നിയമപരമായിട്ട് ഇതിനെ നേരിടും. ആ ചേച്ചിക്ക് പൂർണ്ണ സപ്പോർട്ട് ഞാനും കൊടുക്കും, എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബങ്ങളും കൊടുക്കും. അവർക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും കൊടുക്കും. അനുവദിക്കാൻ പാടില്ല. ഇവിടെ നീതി നടപ്പിലാക്കണം, അനീതി നടപ്പിലാക്കരുത്. ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. പീഡന കേസ്, ഒരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേനും കൊണ്ടുപോയിട്ട് അവനെ എന്താ പറയുക, വേണ്ടാത്ത എല്ലാം ചെയ്ത് തലയെ കെട്ടിവെച്ച് എന്താ പറയുക ജയിലിനകത്തോട്ട് പറഞ്ഞയച്ച് പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ സംവേദനം നടന്നിട്ടില്ല എന്നുള്ളതൊക്കെ തെളിവായത് എത്രയോ കേസുകൾ നമുക്ക് മുമ്പിലുണ്ട്. പോലീസ് ഒരാളുടെ പരാതി വരുമ്പോഴത്തേനും ഓടിക്കേറി ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. ആദ്യം അവരെ ചോദ്യം ചെയ്യണം. ഈ പരാതി തന്ന ആളുകളെ ചോദ്യം ചെയ്യണം. നിങ്ങൾ അവരെ ചോദ്യം ചെയ്തിട്ട് അതിൽ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലയെന്ന് കാണുമ്പോഴാണ് നിങ്ങൾ പ്രതിയെ എന്ന് പറയുന്ന വ്യക്തിയെ തേടി പോകേണ്ടത്. ഇവിടെ അമ്മയും മോളും പരാതി പറയുമ്പോഴത്തേനും നിങ്ങൾ ഓടിക്കേറി ഈ പാവം പിടിച്ച സ്ത്രീയെ കൊണ്ടേ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലിട്ട് പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ആ ചേച്ചിയും മകളെയും ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അവരെ ചോദ്യം ചെയ്യണമായിരുന്നു ആദ്യം. നിങ്ങളത് ചെയ്തില്ല. അത് നിങ്ങളുടെ മാന്യതയില്ലായ്മയാണ്, അത് നിങ്ങളുടെ അഹങ്കാരമാണ്. സർക്കാർ ശമ്പളം പറ്റുന്നുണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാണ്. തീരും, ഈ വിഷയത്തിൽ അത് തീരും. ആ സ്ത്രീ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ സപ്പോർട്ട് കൊടുക്കാൻ എന്നെ പോലത്തെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. വിടൂലത്, ഒരിക്കലും വിടൂല. നല്ല പോലീസുകാരെന്നും ബഹുമാനിച്ചിട്ടുള്ളൂ ഞങ്ങളൊക്കെ. പക്ഷെ ചെറ്റകളായിട്ടുള്ള പോലീസുകാരെ ബഹുമാനിക്കേണ്ട ഗതികേടൊന്നും കേരളത്തിൽ നിന്നല്ല എവിടെയില്ല. ഞങ്ങളെ നികുതി പണം കൊണ്ടാണ് നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താനും ഞങ്ങൾക്ക് സാധിക്കും. ഇല്ല പിന്നെ ഞങ്ങളതിൻ്റെ നികുതി കൊടുക്കുന്നത് കാണാം കേട്ടാ.